ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 3ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖുൽ ഇസ്ലാം 2025 ഹാഫ് ഇയർലി എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് ഉപകാരപ്പെടുത്താം. നമുക്ക് വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. ഈ വെള്ളം കൊണ്ട് ഉളൂ ചെയ്താൽ ശരിയാവില്ല. ഏത് വെള്ളമാണ്? ഇതിൽ കുളത്തിലെ വെള്ളം, കടലിലെ വെള്ളം, ഇതൊക്കെ തൊഹൂറാണ്, ഇതൊക്കെ ശരിയാവുന്ന വെള്ളങ്ങളാണ്. എന്നാൽ ഇളനീർ വെള്ളം തോഹിറാണ്, അത് ഉളൂ ചെയ്താൽ ശരിയാവില്ല. അപ്പം അതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി ആ ഉളൂയിൽ മുഖം കഴുകിയ ഉടനെ കഴുകേണ്ട അവയവം ഏതാണ്? മുഖം കഴുകിയാൽ ഉടനെ 2 കൈകളാണ്. 2 കൈകളാണ് കഴുകേണ്ടത്. അപ്പോൾ 2 കൈകൾ. ഉളൂവിൻ്റെ പ്രവർത്തനങ്ങൾ ഓർഡറിൽ അറിയണം. മനസ്സിലായില്ല? ഫർളുകൾ, ഉളൂവിൻ്റെ ഫർളുകൾ 6 എണ്ണം. അപ്പോൾ മനസ്സിലാക്കണം. 2 കൈകളാണ്. ഇനിയോ നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്തുകൾ 5 എണ്ണം അതിൽ നിന്ന് വന്നതാണ്. നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഒന്നാമത്തത്. അടുത്തതാ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അത് വെക്കാൻ പാടില്ല. എവിടെ? നിലത്ത് വെക്കാൻ പാടില്ല. അടുത്തതോ ജീവനുള്ളപ്പോൾ തന്നെ ഈ ജീവിയുടെ രോമം പറഞ്ഞു പോന്നാൽ നജസാണ്. ഏതിൻ്റെതാണ്? പൂച്ച തിന്നാൻ പറ്റാത്ത ജീവിയുടെ രോമം, അത് നജസാണ്. ജീവനുള്ളപ്പോൾ തന്നെ പറഞ്ഞാലും അത് നജസാണ്. അപ്പോൾ പൂച്ചയുടേത്, ആട്, ഒട്ടകൊക്കെ ജീവനുള്ളപ്പോൾ പോന്നാൽ എന്താണ്? അത് നജസല്ല, അത് തിന്നാൻ പറ്റുന്ന ജീവികളാണ്. എന്നാൽ തിന്നാൻ പറ്റാത്ത ജീവിയായ പൂച്ചയുടേത് എന്താണ്? നജസാണ്. അപ്പം അത് ശരി അടയാളപ്പെടുത്താം. അടുത്തത് അത്തഹൂർ ഷത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണെന്ത്? ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അപ്പോൾ ശുചിത്വം എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അത്തഹൂർ ഷത്റുൽ ഈമാൻ, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. ഇനി ഉളൂ ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കണം. വെള്ളം ഒലിക്കേണ്ട ഭാഗങ്ങൾ കൈയും കാലും മുഖവുമാണ്. അപ്പോൾ ഇവിടെ മുഖാണ്, മുഖത്താണ് വെള്ളം ഒലിക്കേണ്ടത്. തല തടവലാണ്, ചെവിയും ഉള്ളും പുറവും തടവലാണ്. അപ്പോൾ ഒലിക്കേണ്ടത് ഇവിടെ വന്നത് മുഖാണ് കേട്ടോ. ഇനി ഉളൂയിൽ 2 കാലുകളും കഴുകണം. എങ്ങനെയാണ്? ഞെരിയാണി ഉൾപ്പെടെ 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. അടുത്തത് മുസഫ് കൊടുക്കാൻ പാടില്ല. ആരുടെ കയ്യിലാണ് കൊടുക്കാൻ പാടില്ലാത്തത്? വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ മുസഫ് കൊടുക്കാൻ പാടില്ല. എന്നാൽ പഠനാവശ്യത്തിന് കുട്ടികൾക്ക് മുസഫ് ഉളൂ ഇല്ലാതെ എടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നജസല്ലാത്ത വസ്തു, ഇതിലേതാണ് നജസല്ലാത്തത്? മൂത്രം, രക്തം നജസാണ്. ഉമിനീര് നജസല്ല. ഇനി ചേരുംപടി ചേർക്കാൻ എന്താണ് വന്നത്? ലാ തസിഹുസ്സലാത്ത ബിൻ നജസി. നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. നമ്മൾ പാഠത്തിൻ്റെ അടിയിൽ പഠിച്ച ബോക്സുകളാണ്. ലാ തസിഹുസ്സലാത്ത ബിൻ നജസി, നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. അപ്പം അതിൻ്റെ ഡി എഴുതാം, അർത്ഥം മനസ്സിലാക്കാം. ഇനിയാ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. അപ്പം അതിൻ്റെ ഈ എഴുതാം. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. അടുത്തത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വേണം. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. അപ്പോൾ നമുക്കതിൻ്റെ എഴുതാം. തീർച്ചയായും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. അർത്ഥം മനസ്സിലാക്കാം. വൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ. അപ്പം അതിൻ്റെ സി എഴുതാം. ആകാശത്ത് നിന്ന് തൊഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. അടുത്തതോ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി പൂർത്തിയാക്കി കൊടുക്കാം. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? കുളിച്ചാൽ ഡേഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. എന്താ ശുദ്ധിയിൽ നിന്നാണ്? വലിയ അശുദ്ധിയിൽ നിന്ന്. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. ഉളൂ ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. അത് രണ്ടും അങ്ങനെ മനസ്സിലാക്കണം. ഇനി വെള്ളം ഡേഷ് ആയിരിക്കൽ ഉളൂവിൻ്റെ ഷർത്താണ്. എന്താണ്? ഉളൂവിൻ്റെ ഷർത്തുകൾ 5 എണ്ണം.
ഒന്ന് വെള്ളം തൊഹൂറായിരിക്കൽ. അപ്പോൾ വെള്ളം തൊഹൂറായിരിക്കൽ ഉളൂയിൻ്റെ ഷർത്താണ്. ഇനിയോ ഉളൂയിൽ 2 കൈയും ഡേഷ് ഉൾപ്പെടെ കഴുകണം. എന്താണ്? ഉളൂയിൽ 2 കൈയും മുട്ടുൾപ്പെടെ കഴുകണം, മുട്ടുൾപ്പെടെ. ഇനിയോ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് ഡേഷ് സ്വീകാര്യമാകുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്താണ്? കർമ്മങ്ങൾ. നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുന്നത്. അടുത്തത് വജഅൽനി മിൻ ഡേഷ് സോലിഹീൻ. ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ പഠിച്ചിട്ടുണ്ട്. വജഅൽനി മിൻ ഇബാദിക സോലിഹീൻ, വജഅൽനി മിൻ ഇബാദിക സോലിഹീൻ. അപ്പോൾ അത് മനസ്സിലാക്കണം. അതുപോലെ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തുഹൂറ, അതൊക്കെ അതുപോലെ വിട്ട ഭാഗം പൂർത്തിയാക്കാൻ വരും. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എത്ര? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ 8. ഉളൂയിൻ്റെ ശേഷമുള്ള ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. ഉളൂവിൻ്റെ ശേഷമുള്ളവർക്ക്, ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ചെല്ലുന്നവർക്കുള്ള പ്രതിഫലം എന്ത്? അത് മനസ്സിലാക്കാം അതിൻ്റെ കൂടെ. ഇനിയാ അതിനു നേരെ കാൽ നീട്ടരുത്. ഏതിനു നേരെ? ഖുർആനിനു നേരെ. ഖുർആനിനു നേരെ കാൽ നീട്ടരുത്. ഇനിയാ നായ കൊണ്ട് മലിനമായത് എത്ര തവണ കഴുകണം? നായ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അപ്പോൾ അതോ അതിനെ കൂടെ മനസ്സിലാക്കണം. നായ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. ഇനിയോ സർബത്ത് കൊണ്ട് ഉളൂ ചെയ്താൽ ശരിയാവില്ല. കാരണം എന്ത്? സർബത്ത് തോഹിറായ വെള്ളമാണ്. ഉളൂവിന് തൊഹൂറായ വെള്ളം വേണം. അപ്പോൾ ഇവിടെ ശരിയാവാത്ത കാരണം അത് തോഹിറായ വെള്ളമായതുകൊണ്ടാണ്. ഇനിയോ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു. നമ്മുടെ ശരീരത്തിൽ ഉളൂവിൻ്റെ അവയവത്തിൽ വെള്ളം തട്ടാതെ ഉളൂ ശരിയാവാത്തൊരവസ്ഥ വരും. ആ ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു എഴുതാം. ചക്കപ്പശ, പെയിൻറ്റ്, ചൂയിങ്കം, ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടും. ആരൊക്കെയാണ്? ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. ശുദ്ധിയുള്ളവരെ അള്ളാഹുവും റസൂലും അവൻ്റെ മലക്കുകളും ഇഷ്ടപ്പെടും. അടുത്തതാ പൂർണ്ണമായ ഉളൂ ചെയ്താൽ ഉള്ള നേട്ടം എന്ത്? പൂർണ്ണമായ ഉളൂ ചെയ്താൽ എന്താണ് നേട്ടം? അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ പൂർണ്ണമായ ഉളൂ ചെയ്താൽ നേട്ടം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അടുത്തത് ഉളൂഇന് നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? ഉളൂഇൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? നമ്മൾ ഉളൂഇൻ്റെ ഫർളുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഉളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. അത് മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. ഇനിയാ ഉളൂവിന് ശേഷം ദുആ ചെയ്യാൻ നിൽക്കേണ്ടത് എങ്ങനെയാണ് ഉളൂവിന് ശേഷമുള്ള ദുആ ചെയ്യാൻ നിൽക്കേണ്ടത്? 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ടാണ്. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ടാണ് ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ചെല്ലാൻ നിൽക്കേണ്ടത്. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി. അടുത്തതാ മുസഫ് തൊടാൻ ഉളൂ നിർബന്ധമില്ല. ആർക്ക്? എപ്പോഴാണ്? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. ഇനിയാ വസ്ത്രത്തിൽ മൂത്രമായാൽ അത് ശുദ്ധിയാവാൻ കഴുകണം. ഏതുവരെയാണ് കഴുകേണ്ടത്? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ തൊഹൂറായ വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. ഇനിയാ നജസായാൽ അവിടെ വെള്ളം കുടഞ്ഞാൽ മതി. ഏത് നജസാണ്? മുഹഫഫായ നജസ്. എന്താണ്? 2 വയസ്സ്
തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതുമായ ആൺകുട്ടിയുടെ മൂത്രമായ സ്ഥലത്ത് വെള്ളം കുടഞ്ഞാൽ മതി. അവിടെ മൂത്രം അവശേഷിക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ്. മൂത്രം ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് അവിടെ വെള്ളം കുടഞ്ഞാൽ മതി. അത് ഏത് നജസാണെന്ന് വെച്ചാൽ മുഹഫഫായ നജസാണ്. 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം. അത് അങ്ങനെ മനസ്സിലാക്കാം. ഇനിയാ ഉളൂഇൻ്റെ ഷർത്തുകളിൽ മൂന്നാമത്തേതേത്? ഉളൂഇൻ്റെ ഫർളുകൾ 6, ഷർത്തുകൾ 5. അപ്പോൾ ഓർഡറിൽ പഠിച്ചാലാണ് നമുക്ക് 1 ഏത് 2 ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഓർഡറിൽ ഒക്കെ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഉളൂഇൻ്റെ ഷർത്തുകൾ 5 എണ്ണം. അതിൽ നിന്ന് മൂന്നാമത്തേതാണ് ചോദിച്ചത്. എന്താണ്? വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ഉളൂഇൻ്റെ ഫർളുകളിൽ നിന്ന് 4-മത്തേത് എഴുതുക. തലയിൽ നിന്ന് അല്പം തടവലാണ്. അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി പഠിക്കാം, ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.